ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എജുബിയുടെ പുതിയൊരു ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രാമർ റൂൾസ് കണ്ടായിരുന്നു. പാർട്ട് 1 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. അങ്ങനെ കുറച്ച് പാർട്ടുകളായിട്ടാണ്, കുറച്ച് റൂൾസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ഓക്കെ, സോ അടുത്ത റൂള് നമ്മൾ ഈ സെഷനിൽ ഫസ്റ്റ് റൂള് നമ്മൾ നോക്കുകയാണ്. When proper noun is used as common noun, we place article the before it. ഇവിടെ നൗണിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, രണ്ട് ഡിഫറെൻറ്റ് നൗൺസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോപ്പർ നൗൺ, എന്താണ് കോമൺ നൗൺ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. കോമൺ നൗൺ എന്ന് പറയുന്നത് നമ്മൾ ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കോമൺ നൗൺ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറഞ്ഞു പോവാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് ഗേൾ, അതുപോലെ പേസ്റ്റ്. ജസ്റ്റ് കോമൺ ആയിട്ട് പറയാണ് ഗേൾ എന്ന് പറയുമ്പോൾ ആ ഒരു എല്ലാ ഗേൾസിനെയും അവിടെ നമ്മൾ മെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. പേസ്റ്റ്, ഏത് പേസ്റ്റാണ് നമ്മൾ എടുത്ത് പറയുന്നില്ല. പക്ഷേ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഗേൾ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഞാൻ പറയാണ് പ്രോപ്പർ നൗണിൽ സ്പെസിഫൈ ചെയ്ത് പറയാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് റാണി, റാണീനെ പറ്റിയാണ് പറയുന്നതെന്ന് പറയുന്നു. ഇവിടെ പേസ്റ്റ് നമ്മൾ പറഞ്ഞല്ലേ, പക്ഷേ പ്രോപ്പർ നൗൺ വരുമ്പോൾ ഏത് പേസ്റ്റ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയാണ്. ഹിയർ ഇറ്റ് ഈസ് ക്ലോസപ്പ്. ക്ലോസപ്പ് നമ്മൾ വെറുതെ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ നൗൺ ആണ്. പക്ഷേ ഞാൻ പറയാണ് സെർച്ച് എഞ്ചിൻ. അപ്പോൾ ഏത് സെർച്ച് എഞ്ചിൻ വേണമെങ്കിലും ആകാം. സോ ദാറ്റ് ഈസ് കോമൺ നൗൺ. അപ്പോൾ ഈ പ്രോപ്പർ നൗണും കോമൺ നൗണും എന്താണെന്ന് കണ്ടു. ഇവിടെ പറയുന്നത് വെൻ പ്രോപ്പർ നൗൺ ഈസ് യൂസ്ഡ് ആസ് എ കോമൺ നൗൺ, അതായത് പ്രോപ്പറായിട്ട് ഒരാളുടെ പേര് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പറയേണ്ട ഒരു നൗൺ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് സാധാരണ നമ്മൾ പറയേണ്ട ഒരു നൗണ് ഒരു കോമൺ ഫാക്ടറായിട്ട് പറയുവാണെങ്കിൽ ഞാൻ പറയാണ് അവൻ ഞങ്ങളുടെ നാട്ടിലെ യേശുദാസ് ആണ് എന്ന് പറയാണ്. അല്ലെങ്കിൽ രാഹുൽ ഞങ്ങളുടെ നാട്ടിലെ യേശുദാസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രാഹുൽ എന്ന് പറയുന്നത് ഒരു കോമൺ നൗൺ ആണ് അല്ലേ. യേശുദാസ് എന്ന് പറയുന്ന ഒരു ആളുടെ പേരാണ്. യേശുദാസ് എന്ന് പറയുന്ന ആളുടെ പേര് കോമൺ നൗൺ ആണ് ശരിക്കും. പക്ഷേ രാഹുൽ ഞങ്ങളുടെ നാട്ടിലെ യേശുദാസ് ആണെന്ന് പറയുമ്പോൾ അവിടെ എന്താ മീൻ ചെയ്യുന്നത്, യേശുദാസ് എന്ന് പറയുന്ന ഒരാളെ അല്ല, ഒരു പാട്ട് നന്നായിട്ട് പാട്ട് പാടാനായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിനെയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പ്രോപ്പർ ഒരു കോമൺ നൗൺ ആയിട്ടാണ്, ഒരു വലിയ സിംഗർ എന്നാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നാണ് നമ്മളവിടെ മെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർ നൗൺ ഒരു കോമൺ നൗൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ ദ ചേർക്കണമെന്ന് പറയുന്നു. സീമ ഈസ് ദ ഐശ്വര്യ റായ് ഓഫ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലെ ഐശ്വര്യ റായ് ആണ് സീമ എന്ന് പറയുന്നു. സീമ ഈസ് ഐശ്വര്യ റായ് എന്നല്ല, ഈസ് ദ ഐശ്വര്യ റായ് ഓഫ് ചണ്ഡീഗഡ്. ഇത് കോമൺ നൗൺ ആണ് ഐശ്വര്യ റായ്, നമ്മളിത് പ്രോപ്പർ നൗൺ ആണ് ഐശ്വര്യ റായ്, അത് നമ്മൾ കോമൺ നൗൺ ആയിട്ട് യൂസ് ചെയ്തു. മോഹൻ ഈസ് ദ സച്ചിൻ ഓഫ് അവർ സ്കൂൾ എന്ന് വെച്ചാൽ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ക്രിക്കറ്റ് പ്ലെയർ, ഒരു എക്സലന്റ് ക്രിക്കറ്റ് പ്ലെയർ എന്നാണ് അവിടെ മെയിൻ ചെയ്യുന്നത്. സോ സച്ചിൻ എന്ന് പറയുമ്പോൾ അതൊരു കോമൺ നൗൺ ആയിരുന്നു, പ്രോപ്പർ നൗൺ ആയിരുന്നു. നമ്മളത് ഒരു കോമൺ നൗൺ ആയിട്ട് യൂസ് ചെയ്തു. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രോപ്പർ നൗണ് കോമൺ നൗൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ആർട്ടിക്കിൾ ദ ചേർക്കാം. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് നോക്കാം. വി യൂസ് pronoun it for non-living things, collective noun young children and lower animals. നമ്മൾ ഈ ബേബി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ചെറിയ ഇൻസെക്ട്സ്, അതുപോലെ ഈ ലോവർ ആനിമൽസ് എന്ന് പറയുന്ന ഇൻസെക്ട്സ് ഒക്കെയാണ് കേട്ടോ, കുഞ്ഞു ഇൻസെക്ട്സ്, ചെറിയ ജീവികൾ, അതുപോലെ ചിൽഡ്രൻ, ബേബി, കുഞ്ഞുകുട്ടികൾ ഒക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഹെറോ ഹിസ്സോ ഒന്നും ചേർക്കില്ല. ഓക്കെ, അതുപോലെ നോൺ ലിവിങ് തിങ്സ്, പെൻ, ബോർഡ്, TV, ക്യാമറ, ഇതൊക്കെ നോൺ ലിവിങ് തിങ്സ് ആണ്. അപ്പോൾ ഇതിനൊക്കെ പ്രോനൗൺ കൊടുക്കുമ്പോൾ നമ്മൾ ഇറ്റായിരിക്കും യൂസ് ചെയ്യുന്നത്. കളക്റ്റീവ് നൗൺസ്, ടീം അല്ലെങ്കിൽ ഗ്യാങ്, ഇങ്ങനെ കളക്റ്റീവ് നൗൺ ആയിട്ട് വരുമ്പോൾ ഒരു കളക്ഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അങ്ങനെ കളക്റ്റീവ് നൗൺ ആയിട്ട് വരുമ്പോൾ അവിടെയും നമ്മൾ പ്രോനൗൺ ഇറ്റാണ് യൂസ് ചെയ്യുന്നത്. പ്രോനൗൺ ഇറ്റ് ഈസ് യൂസ്ഡ്. ദ ബേബി സ്റ്റാർട്ടഡ് ക്രൈയിങ് ആണ്, ക്യാരിങ് അല്ല, ക്രൈയിങ്. ദ ബേബി സ്റ്റാർട്ടഡ് ക്രൈയിങ് വെൻ ഷീ അല്ല, ഇറ്റ് വാസ് ഹംഗ്രി. ബേബി എന്ന് പറയുന്നത് നമ്മളൊരു
ബേബി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ അല്ല ഒരു നൗണിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോൾ അത് യെസ് നമ്മുടെ കോമൺ ജെൻഡർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബേബി എന്ന് പറയുമ്പോൾ ഇവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വരും. കിഡ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ചിൽഡ്രൻ എന്ന് പറയുമ്പോഴും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു ടേമാണ്. അതുകൊണ്ട് ഹിയോ ഷീ അല്ല അവിടെ യൂസ് ചെയ്യേണ്ടത് ഇറ്റ് എന്ന പ്രോനൗൺ ആണ്. ഇനി അടുത്ത നോക്കാം. അടുത്ത റൂളിലേക്ക് collective nouns take singular or plural verb depending upon the condition. collective noun എന്താണ് നമുക്കറിയാം. എന്താണ് ഈ collective noun? ഒരു കളക്ഷൻ ഓഫ് ആൾക്കാരാകാം, അല്ലെങ്കിൽ ആനിമൽസ് ആകാം, അതല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആവും. കളക്ഷൻ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഗ്രൂപ്പായിട്ട് എടുക്കും. നമ്മൾ നേരത്തെ കണ്ടു കളക്റ്റീവ് നൗൺസ് ടീം, ഗാങ്. ഇത് ആനിമൽസിലും ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒബ്ജക്ട്സിലും ഉണ്ട്. ബഞ്ച് ഓഫ് keys, bunch of flowers, bouquet of flowers. ഫിഷസിന്റെ ഗ്രൂപ്പിന് നമ്മൾ സ്കൂൾ എന്ന് പറയും. ബേർഡ്സിന്റെ ഗ്രൂപ്പിന് ഫ്ലൈറ്റ് എന്ന് പറയും. ബട്ടർഫ്ലൈസിന്റെ ഗ്രൂപ്പിനും ഫ്ലൈറ്റ് എന്ന് പറയും. ഇനി സിംഗേഴ്സിന്റെ ഗ്രൂപ്പിന് കൊയർ എന്ന് പറയും, അല്ലെങ്കിൽ മ്യൂസീഷ്യൻസിന്റെ ഗ്രൂപ്പിന് ബാൻഡ് എന്ന് പറയും. അപ്പോൾ ഈ കളക്റ്റീവ് നൗൺസ് നമുക്ക് എല്ലാ കളക്റ്റീവ് നൗൺസും സിംഗുലർ ആണെന്നോ എല്ലാ കളക്റ്റീവ് നൗൺസും പ്ലൂറൽ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെയോ ഒരു സെൻറ്റൻസിൽ ഒരു കളക്റ്റീവ് നൗൺ എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ സിംഗുലറും പ്ലൂറലുമായിട്ട് പറയും. ഫോർ എക്സാമ്പിൾ യെസ് ഡിവൈഡഡ് പ്ലൂറൽ വേർബ് പ്ലസ് പ്ലൂറൽ പ്രോനൗൺ. നമുക്ക് നോക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ യുണൈറ്റ് ചെയ്ത് പറയുവാണ്, അതായത് ദ ടീം എന്ന് പറയുന്നു. ദ ടീം എന്ന് പറയുന്നത് ടീമിനെ യുണൈറ്റ് ചെയ്താണ് പറയുന്നത്. ഓരോ ആൾക്കാരെ പറയുന്നില്ല അല്ലേ, ആ ടീം മുഴുവൻ സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ യുണൈറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ സിംഗുലർ വേർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ വേർബ്, സിംഗുലർ പ്രോനൗണും. ഓക്കെ, അപ്പോൾ ടീമിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണുന്നത്. ഇനി നേരെ മറിച്ച് ദ ടീം മെമ്പേഴ്സ് എന്നായിരുന്നെങ്കിൽ ആർ പുട്ടിങ് ദെയർ ഷൂസ്, ദ ടീം മെമ്പേഴ്സ് ആർ പുട്ടിങ് ഡൗൺ ദെയർ ഷൂസ് എന്നായിരുന്നെങ്കിൽ ടീമിലെ ഓരോ മെമ്പേഴ്സിനെയും എടുത്ത് പറയുന്നു. അപ്പോൾ അത് പ്ലൂറൽ ആയിട്ടാണ് അവിടെ ടീം കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സിംഗുലർ, അവിടെ പ്ലൂറൽ. അപ്പോൾ എല്ലാ കളക്റ്റീവ് നൗൺസും സിംഗുലർ എന്നോ എല്ലാ കളക്റ്റീവ് നൗൺസും പ്ലൂറൽ എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ യൂസ് അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഓക്കെ നോക്കാം. though is followed by yet and not by but. ഇവിടെ നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നതാണ്. നമ്മുടെ കോറിലേറ്റീവ് എന്ന് നമ്മൾ പറയും, കോറിലേറ്റീവ് കൺജങ്ഷൻ. അതായത് കൺജങ്ഷൻ്റെ ഒരു പെയറാണ്, റിലേറ്റഡ് ആയിട്ടുള്ള പെയറാണ്. ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വരുന്നത് ഇതിൻ്റെ അകത്താണ്. ഓക്കെ, അപ്പോൾ ഈ ദോയുടെ കൂടെ എപ്പോഴും യെറ്റേ ചേർക്കാവുള്ളൂ. ദോ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിൽ ബട്ട് ചേർക്കരുത്. പലപ്പോഴും പറ്റുന്നതാണ് ഈ ബട്ട്, ദോ ബട്ട് എന്ന് പറയുന്നത്. അല്ല, ദോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ യെറ്റ് വേണം നമ്മൾ ചേർക്കാൻ. ദോ യെറ്റ്. ദോ ഹീ ഈസ് പൂവർ ബട്ട് ഹീ ഈസ് ഓണസ്റ്റ്. അല്ല, അത് തെറ്റാണ്, ബട്ടല്ല വരേണ്ടത്. ദോ ഹീ ഈസ് ഓണസ്റ്റ് ദോ ഹീ ഈസ് പൂവർ യെറ്റ് ഹീ ഈസ് ഓണസ്റ്റ്. അവന് പൂവർ ആണെങ്കിലും അവൻ പാവപ്പെട്ടവനാണെങ്കിലും അവൻ ഓണസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ അതൊരു കോറിലേറ്റീവ് കൺജങ്ഷൻ ആണ്. കോറിലേറ്റീവ് കൺജങ്ഷൻ നമുക്കറിയാം. കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ പെയറിലെ അവർ നിൽക്കും, ഒരു പെയർ ആയിട്ടേ നിൽക്കുകയുള്ളൂ. നമ്മുടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒരു കോറിലേറ്റീവ് കൺജങ്ഷൻ്റെ എക്സാമ്പിൾ ആണ്. നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ കോറിലേറ്റീവ് കൺജങ്ഷൻ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറയുന്നത് കോറിലേറ്റീവ് കൺജങ്ഷൻ, ഇവരെപ്പോഴും പെയറിലായിട്ട് നിൽക്കുക, പെയറായിട്ടേ നിൽക്കും. നോട്ട് ഓൺലി നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്താൽ അവിടെ ബട്ട് ഓൾസോ നമ്മൾ യൂസ് ചെയ്തിരിക്കണം. അതുപോലൊരു കൺജങ്ഷൻ പെയറാണ് ദോ എറ്റ്. പക്ഷെ പലപ്പോഴും നമ്മൾ ദോ ചേർക്കുമ്പോൾ ബട്ട് ചേർക്കും. ബട്ടല്ല, ദോ എറ്റ്. ദോ ഹീസ് പൂവർ ബട്ട് ഈസ് ഓണസ്റ്റ് അല്ല, ദോ ഈസ് പൂവർ എറ്റ് ഹീസ് ഓണസ്റ്റ്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിതിപ്പോൾ കണ്ട റൂളാണ്. യെസ്. ഇനി അടുത്തത് unless expresses a condition and is always used in the negative sense. unless എന്ന് പറയുന്നത്, unless നമ്മൾ
കണ്ടീഷൻ പറയും, കണ്ടീഷൻ ക്ലോസസ്, ഇഫ്, അൺലെസ് എന്നൊക്കെ പറയും അല്ലേ. അതിൽ അൺലെസ്സിനെ പറ്റിയിട്ടുള്ള റൂളാണ് നമ്മൾ പറയുന്നത്. അൺലെസ് എപ്പോഴും ഒരു കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നീ പഠിച്ചില്ലെങ്കിൽ തോറ്റുപോകും, അതൊരു കണ്ടീഷനാണ്. ഞാൻ തോക്കാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? പഠിക്കണം. അപ്പോൾ അൺലെസ് നമ്മളൊരു നെഗറ്റീവ് സെൻസിലാണ് എടുക്കുന്നത്. Unless expresses a condition and is always used in the negative sense. ഒരു നെഗറ്റീവ് സെൻസിലാണ് ഉപയോഗിക്കുന്നത് നമ്മൾ unless എന്ന ആ ഒരു കണ്ടീഷൻ വേർഡ്. Thus not is never used with unless. അപ്പോൾ നെഗറ്റീവ് സെൻസിലാണ് unless യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നോയോ നോട്ടോ അല്ലെങ്കിൽ മറ്റ് നെഗറ്റീവ് വേർഡ്സോ യൂസ് ചെയ്യാൻ പാടില്ല. അൺലെസ്സിൻ്റെ കൂടെ മറ്റ് നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? അൺലെസ് ഒരു നെഗറ്റീവ് സെന്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൻസിലാണ്, നെഗറ്റീവ് മീനിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അൺലെസ് യു ഡു നോട്ട് വർക്ക് ഹാർഡ് യു വിൽ നോട്ട് എക്സൽ ഇൻ ദ എക്സാമിനേഷൻ. കണ്ടോ, ഇവിടെ അൺലെസ് യു ഡു നോട്ട് വർക്ക്, ഡു നോട്ട് എന്ന് വേണ്ട, അവിടെ ഡു നോട്ടിൻ്റെ ആവശ്യമില്ല. കണ്ടോ, അത് നമ്മൾ വേണ്ട. കാരണം എന്താണ്? രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ അത് പോസിറ്റീവായിട്ട് മാറാം, സെൻറ്റൻസിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അൺലെസ് യു വർക്ക് ഹാർഡ് യു വിൽ നോട്ട് എക്സൽ ഇൻ ദ എക്സാമിനേഷൻ. നീ നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, മറ്റേതിൻ്റെ മീനിങ് എന്താണ്? നീ നന്നായിട്ട് വർക്ക് ചെയ്യാതിരുന്നില്ലെങ്കിൽ എന്ന് നമ്മൾ പറയും. ഇതങ്ങനെയല്ല, നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ന് മതി. യു വിൽ നോട്ട് എക്സൽ ഇൻ ദിസ് എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ അൺലെസ് യൂസ് ചെയ്യുന്നിടത്ത് മറ്റൊരു നെഗറ്റീവ് വേർഡ്സും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. നോ, നൺ, നോട്ട്, നെവർ ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് വേർഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത റൂളിലേക്ക് പോകാം. When denotes a general sense and while implies a time duration of doing something. ഓക്കെ, ഈ വെന്നും വൈലും നമ്മൾ ആക്ച്വലി ടൈം ഒക്കെ പറയാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. ഈ വെന്ന് ക്വസ്റ്റൻ ആയിട്ടും യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ നോർമലായിട്ട് പറയുമ്പോഴത്തേക്കും വെൻ ദ ബെൽ റാങ്സ്, ബെല്ലടിച്ചപ്പോൾ ഞാൻ ഇന്നത് ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ വെൻ ഷീ കോൾഡ് മീ ഐ വാസ് ടോക്കിംഗ് ടു ഹിം. അവൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ജനറൽ ആയിട്ട് നമ്മളൊരു സമയം പറയാൻ വേണ്ടിയിട്ടാണ് വെൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ വൈൽ അങ്ങനെയല്ല. വൈൽ ഇംപ്ലൈസ് എ ടൈം ഡ്യൂറേഷൻ ഓഫ് ഡൂയിങ് സംതിങ്. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ടൈം, ആ എക്സാക്ട് ടൈം ഏതാണോ ആ ഡ്യൂറേഷൻ പറഞ്ഞു തരും. വെൻ നമ്മൾ ഒരു ജനറൽ സെൻസിലേ യൂസ് ചെയ്യുള്ളൂ. വെൻ ലേണിംഗ് ഹൗ ടു സിങ് ടെക്നിക് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വെൻ ലേണിംഗ് അല്ല, വൈൽ ലേണിംഗ്. അതായത് ഈ പറയുന്ന നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്ന ആ സമയത്ത് ആ ഒരു ഡ്യൂറേഷൻ കാണിക്കാൻ. വെൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. പക്ഷെ ഇവിടെ പറയുന്നത് വൈൽ ലേണിംഗ് ഹൗ ടു സിങ്. ഞാൻ പാടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ ഒരു ഡ്യൂറേഷൻ കറക്റ്റായിട്ട് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ഡ്യൂറേഷൻ കാണിക്കാനാണ് നമ്മൾ വൈൽ യൂസ് ചെയ്യുന്നത്. വൈൽ ലേണിംഗ് ഹൗ ടു സിങ് ടെക്നിക് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം വെന്നും വയലും തമ്മിലുള്ള ഒരു ഡിഫറൻസും നമ്മൾ നോക്കി. അടുത്ത നമുക്ക് നോക്കാം, പ്രോനൗണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. ഓക്കെ, ഈ റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളാണേ. എ പ്രോനൗൺ ആഫ്റ്റർ ലൈക്ക്, അൺലൈക്ക്, ലെറ്റ് ടേക്സ് ആൻ ഒബ്ജക്റ്റീവ് കേസ്. ഈ ലൈക്കും അൺലൈക്കും ലെറ്റും മാത്രമല്ല, ഈ കൂടെ കുറച്ച് വേർഡ്സും കൂടെ ഉണ്ട്. അതായത് എക്സ്പെക്റ്റ് അല്ലെങ്കിൽ ബിറ്റ്വീൻ, ഓക്കെ, എക്സെപ്റ്റ്, ബിറ്റ്വീൻ, ദെൻ ലെറ്റ്, ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ്. അതുപോലെ ഇത്ര വേർഡ്സ് മതി. ബിറ്റ്വീൻ, എക്സ്പെക്റ്റ്, ലൈക്ക്, അൺലൈക്ക്, ലെറ്റ്, ഈ വേർഡ്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ വേർഡ്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ പ്രോനൗണിൻ്റെ ഒബ്ജക്റ്റീവ് കേസേ യൂസ് ചെയ്യാവുള്ളൂ. യെസ്, നമുക്ക് നോക്കാം. ഇത് എക്സ്പെക്റ്റ് അല്ല കേട്ടോ, എക്സെപ്റ്റ് ആണേ. യെസ്, എക്സെപ്റ്റ് ആണ്. എക്സെപ്റ്റ് ആണ്. എക്സ്പെക്റ്റ് അല്ല, എക്സെപ്റ്റ് ആണ്. ബിറ്റ്വീൻ, ലെറ്റ്, യെസ്, എക്സെപ്റ്റ്. അപ്പോൾ ഈ ബിറ്റ്വീൻ, എക്സെപ്റ്റ്, ലൈക്ക്, അൺലൈക്ക്, ലെറ്റ് ഇതിൻ്റെ ഒക്കെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം?
ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് കേസ് ആണ് യൂസ് ചെയ്യേണ്ടത്. എന്താണ് ഈ ഒബ്ജക്റ്റീവ് കേസ് നമുക്ക് നോക്കാം. പ്രോനൗണിന്റെ ഒബ്ജക്റ്റീവ് കേസ്. നമുക്ക് പ്രോനൗണിന് 2 കേസുകൾ പറയുന്നുണ്ട്. ഒന്ന് സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്. ഒരു സെന്റൻസിൽ ഒരു പ്രോനൗൺ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒബ്ജക്റ്റീവ് കേസ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, the teacher gave him a book. The teacher gave him a book. ഇവിടെ him എന്ന പ്രോനൗൺ സബ്ജക്റ്റ് അല്ല അല്ലേ, ടീച്ചർ ആണ് സബ്ജക്റ്റ്. ഹിം ഒബ്ജക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൽ ഈ സബ്ജക്റ്റ് ചെയ്യുന്ന ആക്ഷനെ റിസീവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ടീച്ചർ തരുന്ന ബുക്കിനെ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ഹിം ഉണ്ട്, അസ് ഉണ്ട്, ഇതൊക്കെ ഒബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. ഓക്കെ, മൈ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് പ്രോനൗൺ, മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് പ്രോനൗൺ. അപ്പൊ ഈ ഒബ്ജക്റ്റീവ് പ്രോനൗണെ നമ്മൾ ഈ വേർഡ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുള്ളൂ. ലെറ്റിൻ്റെ കൂടെ, എക്സെപ്റ്റിൻ്റെ കൂടെ, ബിറ്റ്വീൻ്റെ കൂടെ, ലൈക്കിൻ്റെ കൂടെ, അൺലൈക്കിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഒബ്ജക്റ്റീവ് കേസേ യൂസ് ചെയ്യുള്ളൂ. നോക്കാം, യു വിൽ നെവർ ഫൈൻഡ് എ വുമൺ ലൈക്ക് ഷീ. വുമൺ ലൈക്ക് ഷീ അല്ല, ലൈക്ക് ഹെർ. ഷീ എന്ന് പറയുമ്പോൾ അത് സബ്ജക്റ്റീവ് പ്രോനൗൺ ആയി പോകും. പക്ഷെ ഹെർ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസാണ്. നമുക്ക് എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും ഒരു സെന്റൻസ് കിട്ടുന്നത്, യു വിൽ നെവർ ഫൈൻഡ് എ വിമൻ ലൈക്ക് ഷീ എന്നായിരിക്കും. അപ്പോൾ അതിനകത്ത് ഏത് പാർട്ടിലായിരുന്നു നമ്മൾ നോക്കണം. അപ്പോൾ ഈ റൂള് നമുക്ക് അറിയാമെങ്കിൽ ആ റൂള് നമുക്ക് നന്നായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ലെറ്റ് ഐ ഡു ഇറ്റ് അല്ല, ലെറ്റ് മീ ഡു ഇറ്റ്. അതുപോലെ ലെറ്റ് വി ഗോ എന്ന് പറയുമോ? ലെറ്റ് വി ഗോ എന്ന് പറയുമോ? ഇല്ല, അത് തെറ്റാണ്. വി അല്ല യൂസ് ചെയ്യുന്നത്, വി സബ്ജക്റ്റീവ് പ്രോനൗൺ ആണ്. അവിടെ എന്ത് വരും? ലെറ്റ് അസ് ഗോ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, കാരണം അസ് ആണ് ഒബ്ജക്റ്റീവ് കേസ്. ഓക്കെ, അപ്പോൾ ഈ റൂൾസ് ഒക്കെ ക്ലിയർ ആണല്ലോ. ഇതിനകത്ത് അങ്ങനെ ഡൗട്ട് വരേണ്ട പ്രത്യേക പോർഷൻസ് ഒന്നുമില്ല. നമുക്ക് നമ്മൾ ഓൾറെഡി ഗ്രാമറിൽ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനൊരു എക്സ്റ്റെൻഡഡ് ആയിട്ട് കുറച്ച് റൂൾസും കൂടെ നമ്മൾ നോക്കുന്നുണ്ടേ ഉള്ളൂ. ഓക്കെ, only than should be used after no other. നോക്കാം, no other എന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ than-നെ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് ഈ റൂളിൽ പറയുന്നത്. ഓക്കെ, no other ന്റെ കൂടെ than-നെ യൂസ് ചെയ്യാവുള്ളൂ. no other than. I like no other movie than ടൈറ്റാനിക് അല്ലാതെ എനിക്ക് വേറെ മൂവി ഇഷ്ടമല്ല. ഐ ലൈക്ക് നോ അതർ മൂവി ദാൻ ടൈറ്റാനിക്. ഐ ലൈക്ക് നോ അതർ മൂവി ബട്ട് ടൈറ്റാനിക് എന്നായിരിക്കും നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ബട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇവിടെ നോ അതർ ആണ് കൊടുത്തിരിക്കുന്നത്. നോ അതറിൻ്റെ കൂടെ ബട്ടല്ല, അത് തെറ്റാണ്. പിന്നെയോ ഐ ലൈക്ക് നോ അതർ മൂവി ദാൻ ടൈറ്റാനിക് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ആ ഒരു റൂള്? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ് നമ്മൾ കണ്ടത്. അടുത്തത്, certain noun always take the plural verb, their form is always plural. Certain nouns always take the plural verb, their form is always plural. ചില നൗണുകൾ എപ്പോഴും അതിൻ്റെ പ്ലൂറൽ ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും എപ്പോഴും വേർബ് ചില നൗണിനോട് എപ്പോഴും നമ്മൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യുന്നത്? കാരണം ആ വേർബിന് പ്ലൂറൽ ഫോം മാത്രമേ ഉള്ളൂ, അവർക്ക് സിംഗുലർ ഫോം ഇല്ല. നോ സിംഗുലർ ഫോം ഇല്ല. സാധാരണ നമ്മളൊരു നൗണിൽ കാണുന്ന എന്താണ്, ഒരു നൗണിൽ യൂഷ്വലി നമ്മൾ സിംഗുലർ ഫോമും പ്ലൂറൽ ഫോമും കാണും. പക്ഷെ ചില നൗൺസിന് പ്ലൂറൽ ഫോം മാത്രമേ ഉള്ളൂ, സിംഗുലർ ആയിട്ട് ഫോംസ് ഒന്നുമില്ല. ഓക്കെ, സിംഗുലർ ആയിട്ട് ഫോംസ് ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യും? സിംഗുലർ ഫോംസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്ലൂറൽ മാത്രമേ ഉള്ളൂ. അപ്പം അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബ് എപ്പോഴും പ്ലൂറൽ ആണല്ലോ. നമ്മൾ ആദ്യത്തെ റൂള് നമ്മൾ കഴിഞ്ഞ സെഷനിൽ റൂള് കണ്ടായിരുന്നു. പ്ലൂറൽ വേർബ് അല്ലെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ
നൗൺ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമാണ്, പ്ലൂറൽ റബ്ബ് ചെയ്യണ്ടായിരുന്നു, കുഴപ്പമില്ല. പ്ലൂറൽ നൗൺ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട വേർബ് പ്ലൂറൽ വേർബ് ആയിരിക്കും. പ്ലൂറൽ വേർബ്. ഓക്കെ, സബ്ജക്റ്റ് അനുസരിച്ച് നമ്മൾ വേർബ് കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ചില വേർഡ്സ് പ്ലൂറലാണ്, എപ്പോഴും പ്ലൂറലാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ്. സിസേഴ്സ്, സിസർ എന്ന് പറയില്ല. ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ്, പാൻസ്, പ്രിമിസസ്. നോക്കിക്കേ, ഇത് മാത്രമല്ല, ഷോർട്സ്, പാൻസ്, പീപ്പിൾ, cattle, binoculars, ഇതൊക്കെ എന്താണ്? പ്ലൂറൽ മാത്രമുള്ള കുറച്ച് വേർഡ്സ് ആണ്. പിന്നെ അതുപോലെ പോലീസ്, ഇതൊക്കെ പ്ലൂറൽ മാത്രമുള്ള കുറച്ച് വേർഡ്സ് ആണ്. അതുകൊണ്ട് ഈ വേർഡ്സ് എവിടെ യൂസ് ചെയ്താലും നമ്മൾ അവിടെ പ്ലൂറൽ വേർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ ഇത്ര വേർഡ്സ് ഏത് സെൻറ്റൻസിൽ യൂസ് ചെയ്താലും, ഇങ്ങനത്തെ വേർഡ്സ് കണ്ടാൽ ശരിക്കും നമുക്ക് ഈ റൂൾ അറിയാമെങ്കിൽ നമുക്ക് ഭാഗ്യമാണ്. കാരണം വെറുതെ വേറെ ഒന്നും ആലോചിച്ച് സമയം കളയണ്ട, പ്ലൂറൽ വേർബ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. വേറെ നമുക്ക് പെട്ടെന്ന് സമയം ലാഭിക്കാനും പറ്റും. ഈ റൂൾ പക്ഷെ അറിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പണിയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അയ്യോ എന്ത് ചെയ്യണം എന്നുള്ളൊരു ടെൻഷനിലൊക്കെ ഇരിക്കും. പക്ഷേ അല്ലെങ്കിൽ ഈ റൂള് മതി. ഓക്കെ, യെസ്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് റൂൾസ് നോക്കി. അടുത്ത റൂളിലേക്കും കൂടെ പോവാം. അടുത്ത റൂള്, when a number is followed by a noun denoting measure, ഒരു നൗണിന്റെ കൂടെ ഒരു നമ്പർ വരികയാണെങ്കിൽ അത് ഒരു മെഷർ അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ മണി, നമ്പർ അല്ലെങ്കിൽ വെയിറ്റ്, ഇതൊക്കെയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നതെങ്കിൽ these are not followed by another noun or pronoun, then they take plural form. അതായത് ഇത്രയേ ഉള്ളൂ. മില്യൺ, പെയർ, മീറ്റർ, ഇയർ, ഡസൻ, ഫുട്ട്, ഇതൊക്കെ ഒരു മെഷർ അല്ലെങ്കിൽ ഈ പറയുന്ന ലെങ്ത്, നമ്പർ, ഒരു ക്വാണ്ടിറ്റി കാണിക്കുന്ന വേർഡ്സ് ആണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു റൂളാണ്. ദിസ് സ്ക്വയർ ഈസ് 9 yards ലോങ്, അല്ല ദിസ് സ്ക്വയർ ഈസ് 9 yards ലോങ് എന്നാണ്. 9 yards ലോങ്. എന്തുകൊണ്ടാണ്? ഈ ഒരു നൗണിൻ്റെ കൂടെ ഒരു നമ്പർ എന്തെങ്കിലും വരികയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന നൗണും പ്രോനൗണും പ്ലൂറൽ ആയിരിക്കും. നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ അതെപ്പോഴും പ്ലൂറലായിട്ടേ വരുള്ളൂ. ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏതെങ്കിലും നമ്പർ, ഏത് നമ്പർ വേണമെങ്കിലും ആകട്ടെ, ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു നമ്പറും ഈ പറയുന്ന നൗണ്, ഏത് നൗണല്ല, ക്വാണ്ടിറ്റി കാണിക്കുന്ന മെഷർ ആയിരിക്കാം, വെയിറ്റ് ആയിരിക്കാം, നമ്മൾ ഗ്രാം, സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ, അല്ലെങ്കിൽ ഒരു നമ്പർ, മണി അല്ലെങ്കിൽ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ അല്ലെങ്കിൽ നൗൺ എപ്പോഴും പ്ലൂറലായിരിക്കും. ഓക്കെ, അവിടെ യൂസ് ചെയ്യേണ്ട പ്രോനൗൺ അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറലായിരിക്കും, പ്ലൂറൽ സെൻസിലായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റൂൾസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണാം. നമ്മൾ പഠിച്ച ഒരു 10 റൂൾസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചിട്ട് കാണാം അല്ലേ. ആദ്യം നമ്മൾ കണ്ടു, നമ്മൾ ഒരു പ്രോപ്പർ നൗണ് കോമൺ നൗണായിട്ട് യൂസ് ചെയ്താൽ അവിടെ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കണം എന്ന് കണ്ടു. അടുത്ത നമ്മൾ നോക്കി ഈ നോൺ ലിവിങ് തിങ്സ്, അതുപോലെ ബേബി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ പറയണമെങ്കിൽ അവിടെ പ്രോനൗൺ ഇറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടു. ഇനി അടുത്ത നമ്മൾ കണ്ടു കളക്റ്റീവ് നൗൺസ്. എല്ലാ കളക്റ്റീവ് നൗൺസും സിംഗുലർ ആണെന്നോ എല്ലാ കളക്റ്റീവ് നൗൺസും പ്ലൂറൽ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ആ ഒരു ഏത് കളക്റ്റീവ് നൗണാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു സെൻറ്റൻസിൽ അതെങ്ങനെയാണോ മെയിൻ ചെയ്യുന്നത് അങ്ങനെ വേണം നമ്മൾ കളക്റ്റീവ് നൗൺ യൂസ് ചെയ്യാനെന്ന് കണ്ടു. അടുത്തത് ദോയുടെ കൂടെ എറ്റേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ അൺലെസ് ഒരു നെഗറ്റീവ് സെൻസ് ആണ്, അതുകൊണ്ട് മറ്റ് നെഗറ്റീവ് വേർഡ്സ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റില്ല. വൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടൊരു ഡ്യൂറേഷൻ പറയുമ്പോഴാണ്. ദെൻ ലൈക്ക്, അൺലൈക്ക്, ലെറ്റ്, ബിറ്റ്വീൻ, എക്സെപ്റ്റ് ഇങ്ങനത്തെ വേർഡ്സിൻ്റെ കൂടെ നമ്മൾ ഒബ്ജക്റ്റീവ് കേസ് പ്രോനൗൺ യൂസ് ചെയ്യണം. ദെൻ നോ അതറിൻ്റെ കൂടെ ദാനേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ചില ഫോംസ് അല്ലെങ്കിൽ ചില നൗണ് എപ്പോഴും പ്ലൂറലായിരിക്കും, അതിൻ്റെ കൂടെ പ്ലൂറൽ വേർബേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ ഒരു നമ്പർ
അല്ലെങ്കിൽ ഒരു നൗണിൻ്റെ കൂടെ ഒരു നമ്പറോ വെയിറ്റോ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി വരുവാണെങ്കിൽ ആ നൗണോ പ്രോനൗണോ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ 10 റൂൾസാണ്, 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസാണ് നമ്മൾ കണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ഏരിയയിൽ നിന്നുള്ള റൂൾസാണ്. ഇപ്പോൾ അഡ്ജക്റ്റീവ്സ് ഉണ്ട്, പാർട്സ് ഓഫ് സ്പീച്ച് ഏതെടുത്താലും എല്ലാത്തിൽ നിന്നുള്ള മിക്സ് ആയിട്ടുള്ള റൂൾസാണ്. അപ്പോൾ വൺസ് നമ്മൾ ടോപ്പിക് എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റൂൾസിലൂടെ ഒന്ന് പോവുക. കാരണം നമ്മൾ മിസ്സായിട്ട് പോയിട്ടുണ്ടായിരിക്കാം ചിലത്, അല്ലെങ്കിൽ ആ റൂളായിട്ട് ഒരു ടോപ്പിക്കായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമുക്കൊന്ന് കവർ ചെയ്യാനായിട്ട് ഈ റൂള് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് അടുത്ത ദിവസം കാണാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.